പരിഗണിക്കണം. എങ്ങനെ? ഉപ്പാനെ കാണുന്ന പരിഗണനയിൽ കാണണം. പിന്നെ ജനങ്ങൾ പറയാം, ഉപ്പാനെ കാണുന്ന പോലെ കാണണം ജ്യേഷ്ഠൻ. ഓനങ്ങനെ ചെയ്തെന്ന് വെച്ച് ഓനാ ആരാടാ പറഞ്ഞത്? നീ ആരാ പറഞ്ഞത്? ഇരട്ടകളായി ജനിച്ച രണ്ട് മഹാന്മാർ. അതിലെ ഇളയ മഹാന് പറയാം, ഞാൻ ഇന്നേ വരെ എന്റെ ജ്യേഷ്ഠന്റെ കൂടെ നടന്നിട്ടില്ല, ഇന്ന് വരെ. എന്താ കാരണം? ഇത്രയും കൊല്ലത്തിനിടയിൽ ഞാൻ എന്റെ ഇക്കാക്കയുടെ വേക്കിലല്ലാതെ നടന്നിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താ? എന്നോട് എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഉമ്മ പറഞ്ഞതിന് ജ്യേഷ്ഠനാണെന്നുള്ള ബോധം വേണം. ഇതാണ് ഉമ്മയും പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവര് വലിയ വയസ്സിന്റെ വ്യത്യാസം, ചെറിയ 3 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ജ്യേഷ്ഠൻ എന്താ വിളിച്ചത്? ജ്യേഷ്ഠത്തിനെ നമ്മൾ എങ്ങനെയാ കാണേണ്ടത്? ഉമ്മനെ പരിഗണിക്കുന്ന പോലെ കാണണം ജ്യേഷ്ഠത്തിയെ. നമ്മളെ അനുജനെ നമ്മൾ എങ്ങനെയാ കാണേണ്ടത്? അനുജൻ ഒരു ഷോപ്പ് തുടങ്ങി പൊട്ടിപ്പോയി, ബിസിനസ് പൊട്ടി. ജ്യേഷ്ഠന്റെ പരിഗണന എന്താ വേണ്ടത്? ഒരു മോന് ബിസിനസ് തുടങ്ങിയിട്ട് പൊട്ടിയാൽ ഉപ്പവേ സ്ഥലം വിറ്റിട്ടോ വേറെന്തെങ്കിലും സ്വത്ത് വിറ്റിട്ടോ ആ കടക്കാരെ മുഴുവൻ ചൊറയും തീർക്കും, വിഷമം തീർക്കും എന്ന പോലെ ഉപ്പ മക്കളെ സ്നേഹിക്കണ പോലെ ജ്യേഷ്ഠൻ അനുജനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പിന്നെ ജനങ്ങൾ പറയാം, ആ മതമാണ് നമ്മളൊക്കെ മതം. നമ്മളെ മതം എങ്ങനെ? മൂത്തമ്മയെ ഇളയമ്മയെ അഥവാ ഉമ്മാന്റെ സഹോദരിമാരെ പരിഗണിക്കണം. ഏതുപോലെ പരിഗണിക്കണം? അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി, ഉമ്മാന്റെ സ്ഥാനം കൊടുക്കണം. ഉമ്മാന്റെ ഏട്ടത്തി അനിയത്തിമാർക്ക്. ബദറുദ്ദീൻ സർക്കശി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായ പ്രകാരം ഉമ്മാനെ ബുദ്ധിമുട്ടിച്ച അതേ കുറ്റം തന്നെ ഇളയമനെയോ മൂത്തമ്മനെയോ ബുദ്ധിമുട്ടിച്ചാൽ ഉണ്ട് എന്ന് വരെ ചർച്ചയിൽ കാണാം. പ്രബലാഭിപ്രായങ്ങൾ, എതിരാഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. എന്നാലും ഇമാമിങ്ങൾ അത്രയും ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നിൽക്കുന്ന ആളെ കൺവിൻസ് ചെയ്യണമെങ്കിൽ ഞാനാണ് മാറേണ്ടത്, അയാളല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കണമെങ്കിൽ എന്റെ ഉള്ള് ക്ലീൻ ആയിരിക്കണം, എന്റെ ഉള്ളു വിശാലമായിരിക്കണം. നമ്മുടെ ഫിംഗർ എപ്പോഴും ഇങ്ങനെയല്ലേ, ചുറ്റുപാടുമാണ് നമ്മൾ എപ്പോഴും പോയിന്റ് ചെയ്യുന്നത്. നമ്മൾ കണക്ട് ചെയ്യുന്നതൊക്കെ ചുറ്റുപാടുമാണ്. നമ്മൾ ചുറ്റുപാടും കണക്ട് ചെയ്യുന്നതിന് പകരം ഇഫ് യു ക്യാൻ കണക്ട് വിത്ത് യുവർ സെൽഫ്, ഉള്ളിലേക്ക് നമ്മൾ കണക്ട് ചെയ്താൽ പലപ്പോഴും നമുക്ക് ചുറ്റുപാടുമുള്ള പല കാര്യവും നിയന്ത്രിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ വി ഗെറ്റ് സ്റ്റക്ക്. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് കാരണം 10% പുറത്തുള്ള സാഹചര്യങ്ങളാണ്. 10%, 90% ആ സാഹചര്യം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ തീരുമാനങ്ങൾ എടുക്കുന്നത്, ആ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമായിരിക്കും 90% നിങ്ങളുടെ ജീവിതം. 10% ആരായിരിക്കും? നമ്മുടെ മാർക്കറ്റ് പ്ലേസ്, കസ്റ്റമർ, നമ്മുടെ ബ്രാൻഡിങ്, നമ്മുടെ പ്രപ്പോസല്, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ, ഞാൻ ജനിച്ച വീട്, എന്റെ ഉപ്പ, എന്റെ ഉമ്മ, എന്റെ കുടുംബം, എന്റെ നാട്, ഇതൊക്കെയാണ് 10%. 90% ഞാൻ ഇതിലൊക്കെ എങ്ങനെ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു, ഈ സാഹചര്യങ്ങളിൽ ഞാൻ എന്ത് നിലപാടെടുക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും 90% എന്റെ ജീവിതത്തിന്റെ ഔട്ട്പുട്ട്, റിസൾട്ട്. അപ്പൊ ഈ ഉള്ളു ക്ലീൻ ചെയ്യാൻ പഠിക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ 1 വർഷം അല്ല 2 വർഷത്തെ തെറ്റ് ഓർക്കുന്ന നോമ്പാണ് അറഫന്റെ നോമ്പ്. 1000 നോമ്പിന്റെ മഹത്വമാണ് അറഫ നോമ്പിന് അള്ളാഹു വെച്ചിരിക്കുന്നത്. ദുആ ഇജാബത്തെന്ന് ഉറപ്പുള്ള ഒരു ദിവസമാണ്. ആ ദിവസം ദുആ ചെയ്യുന്നത് അള്ളാഹു ഒരിക്കലും തട്ടിക്കളയുന്നതല്ല. കൂട്ടരെ, അന്നത്തെ പകലൊന്നും വെറുതെ നഷ്ടപ്പെടുത്തരുത്. അന്നത്തെ ദിവസം തൗബ സ്വീകരിച്ച എത്ര ആൾക്കാരുടെ ചരിത്രങ്ങളാണ് ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നത്. അന്ന് 1000 തവണ ഖുൽ ഹുവല്ലാഹു ഓതുന്നത് വലിയ മഹത്വമാണ്. അവൻ ആ ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതിയിട്ട് ദുആ ചെയ്താൽ എന്താണെങ്കിലും അള്ളാഹു സ്വീകരിക്കുന്ന കാര്യമാണ്. ഏതായാലും ആ അറഫ അടക്കമുള്ള 9 ദിവസം നോമ്പ് ശക്തമായ സുന്നത്താണ്.